ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പയർ മെഴുക്ക് പുരട്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. അതിനായി നമുക്ക് ആദ്യം പയർ നന്നായി കഴുകി ഇതുപോലെ അരിഞ്ഞെടുക്കുക. കണ്ടോ, 1 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു സവാളയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയാണ് ആവശ്യം. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. ഇതുപോലെ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ആ മുളക് പൊടിയുടെ പച്ചമണമെല്ലാം മാറിക്കിട്ടും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പയറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമുക്ക് ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ നോക്കാമല്ലോ. അങ്ങനെ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.